Hello viewers, welcome back to But Why Malayalees channel. Oneplus in the 3 phones launch ആയിട്ടുണ്ട്. Oneplus 9R, Oneplus 9, Oneplus 9 Pro. ഈ 3 ഫോൺസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം 3 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺസ് ആണ്. പക്ഷേ നമുക്ക് 3 ഫോൺസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ ഫീച്ചേഴ്സ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ ഫോൺസിൽ ഏത് പർച്ചേസ് ചെയ്യണം എന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന പോലെ. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. ഡിസ്പ്ലേനെ കുറിച്ച് പറയാനാണെങ്കിൽ OnePlus 9R ഉപയോഗിച്ചിരിക്കുന്ന 6.55 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. എന്നാൽ OnePlus 9 വരുമ്പോൾ 6.55 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ തന്നെയാണ്, ആമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷെ അത് ഡിസ്പ്ലേ മേറ്റ് A+ റേറ്റഡ് ഡിസ്പ്ലേ ആണ്, അതും LTPA ഡിസ്പ്ലേ ആണ്. കുറച്ചും കൂടെ പവർ ഒപ്റ്റിമൈസ് ഡിസ്പ്ലേ ആണ്. ഇനി OnePlus 9 Proന്റെ കാര്യം നോക്കാനാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷനോട് കൂടി വരുന്ന ഡിസ്പ്ലേ മേറ്റ് A+ റേറ്റിംഗ് കൊടുത്ത ഫ്ലൂയിഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. അത് LTPO ടെക്നോളജി ഉപയോഗിച്ചാണ്. അതായത് കുറച്ചും കൂടെ പവർ എഫിഷ്യന്റ് ആണ് കമ്പയർ ടു OnePlus 9. OnePlus 9R OnePlus 9 ഫ്ലാറ്റ് സ്ക്രീൻ ആണ് വരുന്നത്. എന്നാൽ OnePlus 9 Pro കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടെ ഒപ്റ്റിമൈസ്ഡ് കർവ് ഡിസ്പ്ലേ ആണെന്നാണ് OnePlus ക്ലെയിം ചെയ്യുന്നത്. 402 ppi ആണ് OnePlus 9R OnePlus 9 പിക്സൽ പെർ ഇഞ്ച് വരുന്നത്. 525 ppi ആണ് OnePlus 9 Proന്റെ പിക്സൽ പെർ ഇഞ്ച് വരുന്നത്. അപ്പൊ കുറച്ചും കൂടെ ഓരോ പിക്സൽസിനും ബെറ്റർ ക്ലാരിറ്റി കിട്ടുന്നത് OnePlus 9 Proനായിരിക്കും. ബ്രൈറ്റ്നസിന്റെ കാര്യം പറയാനാണെങ്കിൽ OnePlus 9R OnePlus 9 1100 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. എന്നാൽ OnePlus 9 Pro അത് 1300 നിറ്റ്സ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 3 ഫോൺസിനും റിഫ്രഷ് റേറ്റ് വരുന്നത് 120 Hz ആണ്. അതിൽ തന്നെ OnePlus 9 Proയിൽ സ്മാർട്ട് റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറാണ്. അതായത് ഓരോ സമയത്ത് സ്ക്രീനിന് വേണ്ട റിഫ്രഷ് റേറ്റ് അത് തന്നെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യും. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ പവർ എഫിഷ്യൻസി തരും. പോരത്തതിന് 3 ഫോൺസും HDR10+ സപ്പോർട്ടോട് കൂടി വരുന്ന ഫോൺസ് ആണ്. ഫിസിക്കൽ ഓവർവ്യൂവിന്റെ കാര്യം പറയാനാണെങ്കിൽ OnePlus 9Rന്റെ തിക്നെസ് പറയുന്നത് 8.4 mm ആണ്. OnePlus 9ന്റെ തിക്നെസ് പറയുന്നത് 8.1 mm ഉം OnePlus 9 Proന്റെ തിക്നെസ് പറയുന്നത് 8.7 mm ഉം ആണ്. വെയിറ്റിന്റെ കാര്യം നോക്കാനാണെങ്കിൽ OnePlus 9Rന്റെ വെയിറ്റ് പറയുന്നത് 189 ഗ്രാംസും OnePlus 9ന്റെ വെയിറ്റ് 183 ഗ്രാംസും OnePlus 9 Proന്റെ വെയിറ്റ് 197 ഗ്രാംസും ആണ്. 3 ഫോൺസിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 ഫോൺസിലും ഡോൾബി അറ്റ്മോസ് ഫീച്ചറും അവൈലബിൾ ആണ്. ബാറ്ററിയുടെ കാര്യം പറയാനാണെങ്കിൽ 3 ഫോൺസിലും കൊടുത്തിരിക്കുന്നത് 4500 mAhന്റെ ബാറ്ററിയാണ്. പക്ഷേ OnePlus 9Rൽ കൊടുത്തിരിക്കുന്നത് 65 വാട്ട്സിന്റെ ടൈപ്പ് B to C ചാർജർ ആണ്. OnePlus 9ലും OnePlus 9 Proയിലും 65 വാട്ട്സിന്റെ ടൈപ്പ് C to C ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത്. പോരത്തതിന് OnePlus 9 Proന് വയർലെസ് ചാർജിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് 50 വാട്ട്സിന്റെ ഒരു വയർലെസ് ചാർജർ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ട് OnePlus 9 Pro വയർലെസ് ആയിട്ടും ചാർജ് ചെയ്യാൻ കഴിയും. പെർഫോമൻസിന്റെ കാര്യം പറയാനാണെങ്കിൽ OnePlus 9Rൽ ഉപയോഗിച്ചിരിക്കുന്ന Snapdragon 870 വിത്ത് X55 5G ചിപ്സെറ്റ് ആണ്. എന്നാൽ OnePlus 9ലും 9 Proയിലും ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലാഗ്ഷിപ്പ് പ്രോസസറായ Snapdragon 888 വിത്ത് X60 5G ചിപ്സെറ്റ് ആണ്. പോരത്തതിന് OnePlus 9Rൽ കൊടുത്തിരിക്കുന്ന Adreno 650 GPU ആണ്. എന്നാൽ OnePlus 9ലും 9 Proയിലും കൊടുത്തിരിക്കുന്ന Adreno 660 GPU ആണ്. അപ്പോൾ നല്ല എഫിഷ്യന്റ് പ്രോസസർ, നല്ല എഫിഷ്യന്റ് പെർഫോമൻസ്, നല്ല എഫിഷ്യന്റ് ഗ്രാഫിക്സ് പ്രോസസിംഗ് ഇതെല്ലാം ആയിരിക്കും 3 ഫോൺസിലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. റാമിന്റെ കാര്യം നോക്കാനാണെങ്കിൽ 3 ഫോൺസിലും അവൈലബിൾ ആയിട്ടുള്ളത് 8GB 12GB LPDDR5 റാം ആണ്. 3 ഫോൺസിലും സ്റ്റോറേജ് ആയിട്ട് വരുന്നത് 128GB 256GB UFS 3.1 സ്റ്റോറേജ് ആണ്. അതായത് ലേറ്റസ്റ്റ് റാമും ലേറ്റസ്റ്റ് സ്റ്റോറേജ് ടെക്നോളജിയാണ് 3 ഫോൺസിലും ഉപയോഗിച്ചിരിക്കുന്നത്. 3 ഫോൺസും OS 11ലാണ് റൺ ചെയ്യുന്നത്. Android 11 ബേസ്ഡ് ആണ്. 3 ഫോൺസിലും സേഫ്റ്റിക്കായിട്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും ഫേസ് അൺലോക്കും കൊടുത്തിട്ടുണ്ട്. ഇനി കണക്ടിവിറ്റിന്റെ കാര്യം നോക്കാനാണെങ്കിൽ 3 ഫോൺസും 5G ഫോൺസ് ആണ്. 3 ഫോൺസിലും 4G വോൾട്ടേ ഫെസിലിറ്റി അവൈലബിൾ ആണ്. 3 ഫോൺസിലും വൈഫൈ കോളിംഗ് അവൈലബിൾ ആണ്. 3 ഫോൺസിലും വൈഫൈ 6 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 ഫോൺസിലും NFC അവൈലബിൾ ആണ്. 3 ഫോൺസിലും USB 3.1 ടെക്നോളജിയോട് കൂടിയ ടൈപ്പ് C പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡാറ്റ ട്രാൻസ്ഫറിനും മ്യൂസിക്കിനും നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാമറയുടെ കാര്യം പറയാനാണെങ്കിൽ OnePlus 9Rൽ കൊടുത്തിരിക്കുന്നത് IMX586 സെൻസറോട് കൂടിയ 48 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും കൂടിയ പ്രൈമറി ക്യാമറയാണ്. 16 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും 5 മെഗാ പിക്സൽ ഒരു മാക്രോ ക്യാമറയും 2 മെഗാ പിക്സൽ ഒരു മോണോക്രോം ക്യാമറയും അവൈലബിൾ ആണ്. എന്നാൽ OnePlus 9ന്റെ കാര്യം നോക്കാനാണെങ്കിൽ Hasselblad ബ്രാൻഡിങ്ങോട് കൂടിയ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ 48 മെഗാ പിക്സലിന്റെ IMX689 സെൻസറോട് കൂടിയ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും കൂടിയ പ്രൈമറി ക്യാമറയാണ്. 50 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെൻസർ വരുന്നത് Sony IMX766 ആണ്. പോരത്തതിന് 2 മെഗാ പിക്സൽ ഒരു മോണോക്രോം ക്യാമറയാണ് OnePlus 9ൽ കാണാൻ കഴിയുന്നത്. ഇനി OnePlus 9 Proന്റെ കാര്യം നോക്കാനാണെങ്കിൽ സെയിം
Hasselblad ബ്രാൻഡിങ്ങോട് കൂടിയ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ 48 മെഗാ പിക്സലിന്റെ സോണി IMX689 സെൻസറോട് കൂടിയ പ്രൈമറി ക്യാമറയും 50 മെഗാ പിക്സലിന്റെ സോണി IMX766 സെൻസറോട് കൂടിയ അൾട്രാ വൈഡ് ക്യാമറയും 8 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയ ഒരു ടെലിഫോട്ടോ ലെൻസും 2 മെഗാ പിക്സൽ ഒരു മോണോക്രോം ക്യാമറയാണ് കാണാൻ കഴിയുന്നത്. മൂന്ന് ഫോൺസിലും ഫ്രണ്ട് ക്യാമറ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സോണി IMX471 സെൻസറോട് കൂടിയ 16 മെഗാ പിക്സൽ ഒരു ഫ്രണ്ട് ക്യാമറയാണ്. ക്യാമറ ഫീച്ചേഴ്സിന്റെ കാര്യം നോക്കാനാണെങ്കിൽ OnePlus 9R 4K വരെയാണ് മാക്സിമം ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ OnePlus 9 അത് 8K വരെ ഷൂട്ട് ചെയ്യാൻ കഴിയും. OnePlus 9 Proന്റെ കാര്യം നോക്കാനാണെങ്കിൽ 8K വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയും, 4K സ്ലോ മോഷൻ അറ്റ് 120 frames per second വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയും, പോർട്രേറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയും, ഹൈപ്പർലാപ്സ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയും, സൂപ്പർ സ്റ്റേബിൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയും. ഇതെല്ലാമാണ് മൂന്ന് ഫോൺസിലും ക്യാമറ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ. കളേഴ്സിന്റെ കാര്യം നോക്കാനാണെങ്കിൽ OnePlus 9R 2 കളേഴ്സിൽ അവൈലബിൾ ആണ്, കാർബൺ ബ്ലാക്ക് പിന്നെ ലേക്ക് ബ്ലൂ. OnePlus 9 3 കളേഴ്സിൽ അവൈലബിൾ ആണ്, ആസ്ട്രൽ ബ്ലാക്ക്, ആർട്ടിക് സ്കൈ പിന്നെ വിന്റർ മിസ്റ്റ്. OnePlus 9 Pro 3 കളേഴ്സിൽ അവൈലബിൾ ആണ്, മോർണിംഗ് മിസ്റ്റ്, പൈൻ ഗ്രീൻ പിന്നെ സ്റ്റെല്ലാർ ബ്ലാക്ക്. വേരിയൻസിന്റെ കാര്യം നോക്കാനാണെങ്കിൽ മൂന്ന് ഫോൺസും 2 വേരിയന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 8GB 128GB RAM, 12GB 256GB RAM. OnePlus 9R 8GB 128GB റാമിന്റെ വിലയാണ് 39,999. 12GB 256GB വിലയാണ് 43,999. OnePlus 9 8GB 128GB വിലയാണ് 49,999. OnePlus 9 തന്നെ 12GB 256GB വിലയാണ് 54,999. OnePlus 9 Pro 8GB 128GB വിലയാണ് 64,999. 12GB 256GB വിലയാണ് 69,999. അപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 39,999 തുടങ്ങി 69,999 എൻഡ് ചെയ്ത് നിൽക്കുകയാണ് OnePlus 9R to OnePlus 9 Pro സീരീസ്. ഒരു വേർഡിക്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല, കാരണം മൂന്ന് ഫോൺസും 3 കാറ്റഗറിയിലാണ്. പക്ഷേ OnePlus 9R നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 120 ഹെർട്സിന്റെ സ്ക്രീൻ കിട്ടും, പ്ലസ് ഒരു ബെറ്റർ പ്രോസസർ കിട്ടും OnePlus 9R ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങൾ OnePlus 9 സീരീസിന്റെ ഫാൻ ആണെന്നുണ്ടെങ്കിൽ OnePlus 9 അല്ലെങ്കിൽ 9 Pro ആണ് നിങ്ങളുടെ ചോയ്സ് ഉണ്ടെങ്കിൽ 9 നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് മിസ് ആവുന്നത് 2K ഡിസ്പ്ലേ വേഴ്സസ് FHD ഡിസ്പ്ലേ, വയർലെസ് ചാർജിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ് വേഴ്സസ് വയർലെസ് ചാർജിംഗ് ഫെസിലിറ്റി അവൈലബിൾ അല്ല, പിന്നെ ഒരു എക്സ്ട്രാ 8MP ടെലിഫോട്ടോ ലെൻസ്. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് മിസ് ആവുന്നത് കമ്പയർ ടു OnePlus 9 Pro. അല്ല, നിങ്ങളുടെ ബഡ്ജറ്റ് ഇനി 70,000 റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നത് OnePlus 9 Pro തന്നെയാണ്. കാരണം OnePlus നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോൺ ആയിട്ടാണ് OnePlus 9 Pro റിലീസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബട്ട് വൈ മലയാളീസിന്റെ ബാക്കി വീഡിയോ കാണാൻ മറക്കാതിരിക്കുക. താങ്ക് യു.